ബസ്സിലെ പാട്ട് കേട്ടുള്ള യാത്രയും കൂടി ഈ മഴയും ഒരന്യായ വൈബാണല്ലേ. എനിക്ക് ഈ യാത്ര ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ഇൻഫോ പാർക്കിൻ്റെ കവാടത്തിലേക്ക് പ്രവേശിച്ചു. ഇൻഫോ പാർക്ക് ഫേസ് 1 വിസ്മയ ഇൻഫോ പാർക്കിലാണ് എൻ്റെ ഓഫീസ് വരുന്നത്. ഓഫീസിലെത്താൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലായിരുന്നു നടത്തം. ശരിക്കും ഇതൊരു വീക്കെൻഡാണ്. വീക്കെൻഡിൽ ഓഫീസിൽ പോകാമെന്ന് പറയുമ്പം ഒരു കാം മൈൻഡ് ആയിരിക്കും. കാരണം ഇന്നും കൂടി ഉള്ളല്ലോ, 2 ദിവസം അവധിയാണല്ലോ എന്നുള്ളൊരു മൈൻഡല്ലേ. ഓരോ ദിവസവും ഇങ്ങനെ ഓഫീസിലേക്ക് പോകുമ്പോൾ ചിന്തിക്കാറ് ഇന്നത്തെ വർക്ക് എന്താണ്, നെക്സ്റ്റ് എന്ത് വർക്കാണ് വരാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. ഇത് ഈ കാണുന്ന ബിൽഡിംഗ് വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ പോർഷനാണ്. അങ്ങനെ നമ്മൾ വിസ്മയ ഇൻഫോ പാർക്കിലേക്ക് എത്തിച്ചേരുകയാണ്. ഇതാണ് വിസ്മയ ബിൽഡിംഗ്. എനിക്ക് ശരിക്കും ഈ ഇൻഫോ പാർക്കിൻ്റെ ഓരോ പോർഷൻസ് കാണുമ്പോഴും എന്തോ ഭയങ്കര ഒരു ബ്യൂട്ടി ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ മിക്കവാറും ഇവിടുത്തെ ഓരോ പോർഷൻ്റെയും ഫോട്ടോസ് ഇങ്ങനെ എടുക്കാറുണ്ട്. അങ്ങനെ ലിഫ്റ്റിൽ കയറി ഓഫീസിലെത്തി വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇത് ലഞ്ച് ടൈമാണ്. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഈ ഒരു മഞ്ചാടി പെറുക്കൽ എൻ്റെ ഹോബിയാണ്. നമ്മുടെ ഫേസ് 1 ഒരു മഞ്ചാടി മരമുണ്ട്. അതിൽ നിന്ന് മിക്കവാറും ഇങ്ങനെ മഞ്ചാടി കൈകൾ വീഴാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ എടുത്ത് വയ്ക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഹോബിയാണ്. അതിനുശേഷം ഒരു ലൈമൊക്കെ കുടിച്ചു. ഈ പ്രാവുകൾ ഇവിടുത്തെ സ്ഥിരം ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ടും നല്ല ഇണക്കമാണ്. ഇന്ന് പതിവിൽ നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങി. കാരണം വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നാട്ടിൽ പോകണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ടീ ബ്രേക്ക് ഒന്നും എടുത്തില്ല. പെട്ടെന്ന് തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് നമ്മുടെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ട്രെയിനിൽ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് ട്രെയിനിലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചെങ്ങന്നൂർ സ്റ്റേഷനിലാണ് ഇറങ്ങാറ്. അപ്പോൾ അതുവരെ സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയപ്പോൾ എടുത്ത കുറച്ച് ഷോട്ട്സാണ്. അങ്ങനെ ചെങ്ങന്നൂരെത്തി. ചെങ്ങന്നൂരിൽ നിന്ന് നെക്സ്റ്റ് ബസ് കയറി കൊട്ടാരക്കരയിലേക്ക്. ഇത് നമ്മുടെ കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡാണ്. പിന്നെ അവിടെ നിന്നും വീട്ടിലേക്ക് എന്നെ അനിയൻ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി ചായയൊക്കെ കുടിച്ചു. നെക്സ്റ്റ് ഫുഡാണ്. നമ്മൾ എത്രയൊക്കെ ഫുഡ് കഴിച്ചാലും നമ്മുടെ വീട്ടിലെ ഫുഡിൻ്റെ ടേസ്റ്റ് എവിടെ നിന്നും കിട്ടില്ല. പ്രത്യേകിച്ചും നമ്മുടെ അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയല്ലേ.